പരിശുദ്ധ കൃപാസനം അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി ഈ പുണ്യഭൂമിയിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഇങ്ങനെയൊരു സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആദ്യമേ തന്നെ അറിയിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് വർഷ, ഇതെൻ്റെ മകൻ അക്ഷേത്, ഇതെൻ്റെ ഹസ്ബൻഡ് ശ്രീകാന്ത്. ഞങ്ങൾ UAE നിന്നാണ് വരുന്നത്. UAE ഷാർജയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മ പരിശുദ്ധ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാനുള്ള സമയമുള്ളൂ എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം സാക്ഷ്യം പറയുകയാണ് ഇവിടെ നിന്ന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2020 ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. ആ സമയത്ത് ഞങ്ങൾക്ക് കൃപാസന അമ്മയെ പറ്റി അത്ര അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്, ദുബായിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളും പ്രയറും എല്ലാം തന്നത്. അന്ന് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 1 വർഷത്തോളം കാലം ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് 2022 ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിന് ജോലി മേഖലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അതിൻ്റെ സാലറി കട്ടെല്ലാം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടി. സാലറി ഒന്നും കിട്ടാതെ വന്നപ്പോൾ അതിന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത്. അതിന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അന്ന് തന്നെ ഇവിടെ വന്ന് 2022 വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആ ദിവസം തന്നെ അച്ഛനെ എനിക്ക് കാണുവാനുള്ള അനുഗ്രഹവും അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കിട്ടിയതിൻ്റെ ഫലമായി ഞങ്ങൾ ആ കേസ് വിജയിച്ചു. അതിന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ്. അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങളിവിടെ കുടുംബമായി നിൽക്കുകയാണ്. അന്ന് ഞാൻ 2022 ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ രോഗസൗഖ്യമാണ്. എനിക്ക് പീരീഡ്സ് ആയത് മുതൽ ആ വർഷം മുതൽ തന്നെ എനിക്ക് 4-5 ദിവസത്തോളം പീരീഡ്സ് പെയിൻ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. കഠിനമായ വയറുവേദന കൊണ്ട് കോഴിക്കോടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും ഞാൻ കയറി ഡോക്ടേഴ്സിനെ, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട്. അവരെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇനിയും വരുവാണെങ്കിൽ പീരീഡ്സ് ടാബ്ലറ്റ്, പെയിനിൻ്റെ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് അവരെന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. ആ 4-5 ദിവസം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പോലും അറിയായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായി ഞാൻ പെയിൻ കൊണ്ട് അവിടെ കരഞ്ഞ് തളർന്ന് 4-5 ദിവസം ഞാൻ കിടക്കയിൽ നിന്ന് എണീക്കാതെയാണ് ഇരിക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. അതിനേക്കാളും എനിക്ക് വലുതായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ ആ സാമ്പത്തിക പ്രതിസന്ധി. അപ്പോൾ ഞാനിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ആ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ തിരിച്ച് ഉടമ്പടിയെല്ലാം എടുത്ത് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മാതാവിനെ ഒന്ന് നോക്കി മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അമ്മേ അത് സൗഖ്യം തരാൻ പറ്റുമെങ്കിൽ അമ്മ ഒന്ന് തന്നേക്കാൻ ഈശോയോട് പറഞ്ഞേക്കണേ എന്നും പറഞ്ഞാണ് ഞാനിവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത്. അങ്ങനെ ഞാൻ തിരിച്ച് ദുബായിലെത്തി ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എനിക്ക് പെയിൻ ഉണ്ടാവാറുണ്ടെങ്കിലും കൃത്യം 7 ദിവസത്തിനുള്ള ആ പെയിന് ആ ദിവസത്തിനുള്ളിൽ എനിക്ക് പീരീഡ്സ് സ്റ്റോപ്പാവും. പക്ഷേ ആ പ്രാവശ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ എനിക്ക് 10 ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായി. അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു, അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് അമ്മ 7 എന്നുള്ളത് 10 ആക്കിയല്ലോ, ഇനിയും ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് ഇനി 10 ദിവസം ബ്ലീഡിങ്ങും കൊണ്ട് നടക്കണോ എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ ആ ഒരു പ്രാവശ്യത്തോടു കൂടി പിന്നെ എനിക്ക് അങ്ങനെ ഒരു പീരീഡ്സ് പെയിൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മ ആ മന്ത്ലി ഒരു 4-5 ഡേയ്സ് ടെററായ അമ്മ എങ്ങനെ ഇപ്പം സൈലൻ്റായി? മാതാവാണല്ലോ എൻ്റെ അമ്മേനെ ഇങ്ങനെ ആക്കി തന്നത്. കാരണം അവരൊക്കെ പേടിയായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ അടുത്ത് വരാൻ. ഞാൻ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി, എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ഞാൻ നന്ദി ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. അടുത്തതായി ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ്. ഇതെൻ്റെ മകൻ അക്ഷേത്. അവൻ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. 9th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡിന് കൊറോണ വന്ന സമയത്ത് ജോലിയിൽ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ സാലറി പെൻഡിങ് വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളെ അങ്ങനെ അലട്ടി തുടങ്ങി. ആ സമയത്ത് അവൻ്റെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷനൊക്കെ കുറഞ്ഞു. അവന് ചെറുതായി പഠിത്തത്തിലൊക്കെ ഉഴപ്പാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കൊറോണ പീക്കിലായപ്പോൾ ഓൺലൈൻ ക്ലാസ്സായി. അപ്പോഴും അവനിങ്ങനെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവൻ ഡൗൺ ആയി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് 10ാം ക്ലാസ്സിൽ കുഴപ്പമില്ലാത്ത മാർക്ക് കൊടുത്ത് അവന് ആഗ്രഹിച്ച കോഴ്സ് തന്നെ എടുക്കുവാനോ അവൻ്റെ സ്കൂളിൽ തന്നെ അഡ്മിഷനൊക്കെ കൊടുത്ത് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു.
അതുകൂടാതെ അവൻ ആ +1 +2 പഠിക്കുന്ന സമയത്ത് +1-നൊക്കെ ടീച്ചേഴ്സ് പറയുമായിരുന്നു അവൻ ക്യാരക്ടർ വൈസ് ഏറ്റവും നല്ല കുട്ടി, ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ അവൻ ക്ലാസ്സിലെല്ലാ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ആൻസർ ഷീറ്റിൽ അതൊന്നും കാണാനില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ആ സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് സാലറീൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ പേഴ്സണൽ ട്യൂഷൻ വിടാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയായിരുന്നില്ല. എനിക്ക് ആകെ ഏക ആശ്രയം പരിശുദ്ധ അമ്മയായിരുന്നു. ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പ്രഭാഷകൻ 33:16-17 ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിറകിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു എന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ ഈശോയെ, ഞങ്ങൾ അക്രൈസ്തവരാണെങ്കിലും അമ്മയും ഈശോയും അറിഞ്ഞത് തൊട്ട് ഈ ജപമാല ഞാൻ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല. രാത്രി 2:30 മണി മുതൽ അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ച് രാത്രി 2:30 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഞാൻ ഈ 2:30 മണിക്ക് ഈ ജപമാല കയ്യിലെടുത്താൽ പിന്നെ ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തും ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്തുമാണ് ഞാനിത് കുറച്ച് സമയം താഴെ വയ്ക്കുന്നത്. അല്ലാത്ത സമയങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, ഇതിനൊരു വഴി കാട്ടിത്തരണമേ എന്ന്. പക്ഷേ ആ +1 മുഴുവനും അവൻ ഏറ്റവും ലോ മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഫൈനൽ എക്സാമിൽ അവന് പാസ്സാവാനുള്ള മാർക്ക് മാത്രം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു. എന്നാലും ഞാൻ പിടിവിട്ടില്ല. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ CBSE ആയതുകൊണ്ട് +1 റിസൾട്ട് ഞാനൊന്നും നോക്കുന്നില്ല, അമ്മയ്ക്ക് എന്തോ ഇടപെടാനുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പോകുന്നത്. അതിൻ്റെ റിസൾട്ട് +2-ലെത്തുമ്പോൾ അവൻ്റെ യൂണിഫോമോട് കൂടി, അവൻ ഷാർജ അവറോൺ സ്കൂളിലാണ് പഠിക്കുന്നത്, അവൻ്റെ സ്കൂൾ യൂണിഫോമിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എൻ്റെ മകൻ്റെ യൂണിഫോം അഴിച്ചു വെക്കാമെന്ന് ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മയുടെ തിരുക്കുമാരനോട് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ആഗ്രഹം